യേശുവിൽ പ്രിയരെ, ഒരിക്കൽ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോടിയായി വസ്ത്രധാരണം ചെയ്തൊരു സ്ത്രീ മുൻപിൽ വന്നിരുന്ന് യേശുവിനോട് സംസാരിക്കാനും ഏങ്ങലടിച്ച് കരയാനും എണ്ണിപ്പറക്കാനും തുടങ്ങി. അല്പം കഴിഞ്ഞ് അവർ ശാന്തമായി കണ്ണുനീർ തുടച്ച് എഴുന്നേറ്റ് പോയി. പ്രിയമുള്ളവരെ, മത്തായി 11:28-29 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രിയമുള്ളവരെ, നാം തകരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് എണ്ണിപ്പറക്കണം, കരയണം. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മുടെ ഹൃദയവിചാരങ്ങൾ കോരിച്ചൊരിയണം. അത് കഴിഞ്ഞ് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ മറക്കരുത്. അവിടുന്ന് വിനീത ഹൃദയനും ശാന്തശീലനുമാകയാൽ ഈ രണ്ട് കാര്യങ്ങൾ നാം യേശുവിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്, ചോദിച്ചു വാങ്ങേണ്ടതുണ്ട്. ശാന്തശീലം, വിനീതമായ ഒരു ഹൃദയം നാം അവിടത്തിൽ നിന്ന് പഠിച്ച് നമ്മെ ഏൽപ്പിച്ച നുകം നാം വഹിക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്കൊരാശ്വാസം വരും. ആ ആശ്വാസമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി. എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ, അവിടെ നിന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോകാനുള്ള ശക്തി അവിടെ നൽകിയിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈ ജീവൻ നമുക്ക് സ്വീകരിച്ച് നമ്മുടെ യാത്ര തുടരാം. പ്രൈസ് ദി ലോർഡ്.